ടെൻഡറിന്റെ ആവശ്യമില്ല. കാരണം ഇതൊരു പ്രൈവറ്റ് ആയിട്ട് വരുന്ന ഒരു അപേക്ഷ പരിഗണിച്ച് വ്യവസായ സംരംഭം എന്ന രൂപത്തിൽ അനുവദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാ വ്യവസായ സംരംഭങ്ങളും നടക്കുന്നു. കേരളത്തിൽ ഒന്നും വരില്ല എന്ന് പറഞ്ഞവർ എല്ലാം തിരുത്തി പറഞ്ഞ് കേരളത്തിൽ വലിയ തരത്തിൽ സൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു. കെ എസ് അരുൺകുമാർ, ഇവിടെ ഈ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് ഇന്നും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ വലിയ വിമർശനങ്ങൾ ഉയർത്തി, വലിയ ആരോപണങ്ങൾ ഉയർത്തി, ചോദ്യങ്ങൾ ചോദിക്കുന്നതും കണ്ടു. ഇപ്പോൾ ഉത്തരവ് പരിശോധിക്കുമ്പോൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ നേട്ടങ്ങളും മികവും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ, മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് ഒരു മാതൃകാ പദ്ധതിക്ക് അനുമതി നൽകി എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതിലിപ്പോ ഇവിടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ പിന്നീട് മറുപടി പറയാം. ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം, ഇവിടെ ഇന്നലെ മുതൽ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും മത്സരിച്ച് പത്രസമ്മേളനം നടത്തുന്നു. ഇന്നൊക്കെ 3 മിനിറ്റ് ഗ്യാപ്പിലായിരുന്നു രാവിലെ പത്രസമ്മേളനം. ആദ്യം ഒന്നാമതെത്തുന്നത് ആരാണെന്നുള്ള മത്സരമാണല്ലോ. അപ്പൊ അതിൽ പറഞ്ഞത് ടെൻഡർ ഇല്ല, അതുപോലെ തന്നെ ഇവിടെ നയത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന രൂപത്തിൽ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. എന്നാൽ 2022, 2023 മദ്യനയത്തിലും 2023-24 മദ്യനയത്തിലും ഗവൺമെന്റ് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു, മദ്യം നിർമ്മിക്കാൻ വേണ്ടി പുറത്തുനിന്ന് കൊണ്ടുവരുന്ന അസംസ്കൃത വസ്തു അത് എവിടെ നിന്ന് എങ്ങനെ എന്ന് ആർക്കും നിശ്ചയമില്ല. ഓരോ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നു, അത് കൊണ്ടുവരുന്നു, അത് ഇവിടെ വന്നിട്ട് മദ്യമാക്കി മാറ്റുന്നു. അത്തരത്തിലുള്ള അസംസ്കൃത വസ്തു കേരളത്തിന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണ് വിശദമായി മദ്യനയത്തിലടക്കം സൂചിപ്പിച്ചത്. ഇപ്പൊ അതിലെ പാരഗ്രാഫ് 24, സംസ്ഥാനത്തെ മദ്യ ഉൽപാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകും. ആയതിന് തയ്യാറാക്കുന്ന ഡിസ്റ്റിലറികൾക്കും മറ്റു യൂണിറ്റുകൾക്കും അനുമതി നൽകുമെന്ന് കഴിഞ്ഞ 2 മദ്യനയത്തിലും കൃത്യമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ അപേക്ഷ പരിശോധിച്ച് പരിഗണിച്ചിട്ടാണ് ഇതിൽ കൃത്യമായിട്ടുള്ള പ്രാഥമിക അനുമതി കൊടുത്തത്. ഇൻ പ്രിൻസിപ്പൽ അപ്രൂവലാണ് കൊടുത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കേൾക്കണം, ഈ സംസ്ഥാനത്തെ നിയമപ്രകാരം, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കേൾക്കണം, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ആക്ട് പ്രകാരം ഈ കേരളത്തിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അതിന് പ്രാഥമിക അനുമതി കിട്ടാൻ പഞ്ചായത്തിന്റെ അനുവാദം വേണ്ട. ആ പഞ്ചായത്തിന്റെ അനുവാദം മേടിക്കേണ്ട ഘട്ടം ആയി വരുന്നതേ ഉള്ളൂ. നിശ്ചിത വ്യവസായങ്ങൾ, അതിന്റെ കാറ്റഗറിയിൽപ്പെടുന്ന വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ പ്രാഥമിക അനുമതി കിട്ടി അതിന്റെ മുന്നോട്ട് പോകുമ്പോഴാണ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെ അനുവാദം വാങ്ങിക്കേണ്ടത്. അതിന്റെ പ്രോസസ്സിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പൊ അതനുസരിച്ച് വന്ന അപേക്ഷ പരിശോധിച്ച് പരിഗണിച്ചിട്ടാണ് ഇതിൽ കേരളത്തിലെ തന്നെ അരി ഉപയോഗശൂന്യമായത് ഉൾപ്പെടെ ചോളം, വെജിറ്റബിൾ വേസ്റ്റ്, മരച്ചീനി, സ്റ്റാർച്ച്, ഗോതമ്പ്, മധുരക്കിഴങ്ങ് എന്നീ കാർഷിക വിളകൾ അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഈ കേരളത്തിലെ കാർഷിക മേഖലയെ പ്രയോജനപ്പെടുത്തണം എന്നുള്ള തീരുമാനമെടുത്തത്. അതോടൊപ്പം തന്നെ അതിന് എത്ര ജലം ഉപയോഗിക്കേണ്ടി വരും, വാട്ടർ അതോറിറ്റിയുടെ കൃത്യമായിട്ടുള്ള ഈ പ്രോജക്റ്റിന് ആവശ്യമായി ജലം നൽകുന്നതിന് കേരള വാട്ടർ അതോറിറ്റി അനുമതി നൽകിയിട്ടുണ്ടെന്നും നിലവിലെ നിയമപ്രകാരം റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് നടത്തി മഴവെള്ളം സംഭരിക്കാനുള്ള പദ്ധതിയും കമ്പനി പ്രോജക്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ ജലത്തിന്റെ ചൂഷണം പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുമെന്നും എല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ ഉത്തരവ് പ്രാഥമിക അനുമതി കൊടുത്തിരിക്കുന്നത്. ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള പ്രക്രിയയല്ല. നയം കൃത്യമായി ഗവൺമെന്റിന്റെ മദ്യനയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു വ്യവസായ സംരംഭത്തിന് വേണ്ടിയിട്ട് അപേക്ഷ കിട്ടി, അത് പരിശോധിച്ച് പരിഗണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന് ടെൻഡറിന്റെ ആവശ്യമില്ല. ഈ കേരളത്തിൽ ഒരു തരത്തിലും ഇതിനു മുമ്പ് ടെൻഡർ അനുവദിച്ചിട്ടില്ല. ടെൻഡറിന്റെ ആവശ്യമില്ല. കാരണം ഇതൊരു പ്രൈവറ്റ് ആയിട്ട് വരുന്ന ഒരു അപേക്ഷ പരിഗണിച്ച് വ്യവസായ സംരംഭം എന്ന രൂപത്തിൽ അനുവദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു തരത്തിലുള്ള നിയമവിരുദ്ധ പ്രക്രിയയും ഇതിലില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി 28-ൽ നിന്ന് 15-ആയും 15-ൽ നിന്ന് 1-ആയതായും കേരളം കുതിച്ചത് ഇത്തരത്തിൽ റോഡ്, അതുപോലെ തന്നെ വൈദ്യുതി, ജല സൗകര്യങ്ങൾ ഒരുക്കി കിൻഫ്രയും മറ്റ് വ്യവസായ സംരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏജൻസികളെല്ലാം ഏറ്റവും ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചതുപോലെ തന്നെ ഒരു പ്രവർത്തനമായിട്ടാണ് ഇത് കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെയാണ് അനുമതി നൽകിയെങ്കിൽ ഈ വരുന്ന കമ്പനിയെ കുറിച്ച് അതിന്റെ പശ്ചാത്തലം അന്വേഷിക്കുക എന്നത് പ്രധാനമല്ലേ? ഇപ്പോ ഈ കമ്പനിയുടെ മികവ്, വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയിട്ടുള്ള ഈ പദ്ധതിയുടെ പ്രവർത്തന പരിചയം ഒക്കെ, 20 വർഷത്തേക്ക് പ്രവർത്തന പരിചയം ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് മാത്രം പരിശോധിച്ചാൽ മതിയോ? ഈ കമ്പനിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, പരാതികൾ, അവർ നേരിടുന്ന നിയമ നടപടികൾ ഒക്കെ പരിശോധിച്ചിട്ടാണോ ഈ അനുമതി നൽകുന്നത്? ആയിരിക്കുമല്ലോ. ഈ രാജ്യത്ത് തന്നെ കോട്ട് ചെയ്യപ്പെട്ട കമ്പനികൾ, ഇപ്പോ ഇതിൽ തന്നെ ഉത്തരവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഓയിൽ കമ്പനികൾ വിളിച്ച ടെൻഡറിൽ എഥനോൾ ഉൽപാദനത്തിന് പരിചയസമ്പന്നരായ സംരംഭകരുടെ ലിസ്റ്റിൽ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് മാത്രമാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നും ഇതുപോലുള്ള പ്രോജക്ട് ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 20 വർഷമായി നടത്തി വിജയിച്ച പരിചയ സമ്പന്നത, സാങ്കേതിക പ്രാവീണ്യം എന്നിവ കൊണ്ടാണ് ഒയാസിസ് ഗ്രൂപ്പിലെ ഓയിൽ കമ്പനികൾ കേരളത്തിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതെന്നും ഈ സ്ഥാപനം പാലക്കാട് ജില്ലയിൽ സ്ഥാപിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുമെന്നും
സർക്കാരിന് സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്ന് കാരണത്താൽ ഈ കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഇടത് സർക്കാരിനെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമാണോ, പ്രധാനപ്പെട്ട ഒരു യോഗ്യതയാണോ? ഇപ്പോൾ BJP സർക്കാർ ഒരു കമ്പനിയെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഇടത് സർക്കാരിനെ സംബന്ധിച്ച് അതൊരു പ്രധാനപ്പെട്ട യോഗ്യതയായി മാറും അല്ലേ? ഇവിടെ നമുക്കറിയാം ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 2 വർഷം മുമ്പ് നമ്മൾ 28ാം സ്ഥാനത്തായിരുന്നു. പ്രത്യേകിച്ച് ഇവിടുന്ന് കിഴക്കമ്പലത്തെ ഒരു വ്യവസായിയൊക്കെ കേരളം വിട്ടു പോകാൻ വേണ്ടി വലിയ മുദ്രാവാക്യമായിട്ട് ഉയർത്തിയത് പുറകിൽ നിന്ന് 1ാം സ്ഥാനം എന്നതാണ്. നമുക്കറിയാം അന്ന് അത് തെറ്റായിരുന്നു, കണക്കുകളുടെ മാനദണ്ഡങ്ങളുടെ വിഷയമൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. ആ പുറകിൽ നിന്ന് 1ാം സ്ഥാനത്ത് നിന്ന് മുമ്പിൽ നിന്ന് 1ാം സ്ഥാനത്തായിട്ട് നമ്മൾ മാറിയത് നിങ്ങളൊക്കെ കുറച്ച് സമയമെങ്കിലും മനസ്സിലോടെ ആയാലും ചർച്ച ചെയ്തതാണല്ലോ. ഇപ്പോ വലിയ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഉപഗ്രൂപ്പ് വരെ കേരളത്തിൽ വന്ന വ്യവസായം ആരംഭിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും ജനങ്ങളെ ബാധിക്കുന്ന, പരിസ്ഥിതിയെ ബാധിക്കുന്ന ഒരുപാട് സംരംഭങ്ങൾ, വ്യവസായങ്ങളൊക്കെ കേരളത്തിലേക്ക് വരട്ടെ, നല്ല രീതിയിൽ നടപ്പാക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന അഴിമതി ആരോപണങ്ങൾ, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന മലിനീകരണവുമായി ബന്ധപ്പെട്ട ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളും അവർക്കെതിരെ എടുത്തിരിക്കുന്ന നടപടിയും അതൊരു പ്രധാനപ്പെട്ട കാര്യമായി സർക്കാർ കരുതുന്നുണ്ടോ, അതോ അതൊക്കെ അവഗണിക്കാവുന്നതാണ്? കേന്ദ്ര സർക്കാരിന്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ ഇവർ ഈ പദ്ധതി നല്ല രീതിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ ഭാഗം മാത്രമാണോ എടുക്കുന്നത്? അല്ലല്ല, എല്ലാം പരിഗണിക്കും. കാരണം മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഈ ഇന്ത്യയുടെ തന്നെ ഭൂപ്രകൃതിയുടെ ഒരു വലിയ വിഭാഗം വരുന്ന മേഖലയാണല്ലോ. അവിടെ 20 വർഷമായിട്ട് കൃത്യമായിട്ട് പരിചയസമ്പന്നതയും സാങ്കേതിക മികവും തെളിയിച്ച കമ്പനികൾ സംരംഭങ്ങളാകുമ്പോൾ ചിലപ്പോൾ കേസുകളും മറ്റു കാര്യങ്ങളും ഉണ്ടാകാം. അത് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണെങ്കിൽ ഗവൺമെന്റിന് അതിനൊന്നും ഒരു മടിയില്ല. ഇവിടെ എല്ലാ വ്യവസായ സംരംഭങ്ങളും നടക്കുന്നു. കേരളത്തിൽ ഒന്നും വരില്ല എന്ന് പറഞ്ഞവർ എല്ലാം തിരുത്തി പറഞ്ഞ് കേരളത്തിൽ വലിയ തരത്തിൽ സൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ലോകത്ത് തന്നെയുള്ള ഏത് വ്യവസായ സംരംഭവും കേരളത്തിൽ തുടങ്ങാൻ കഴിയും എന്നൊരു അന്തരീക്ഷത്തിലേക്ക് വന്നിരിക്കുന്നു. പരിസ്ഥിതിയെയും അതുപോലെ തന്നെ ജനങ്ങളുടെ ആശങ്കയെയും എല്ലാം ഈ ഗവൺമെന്റ് അഡ്രസ് ചെയ്യും. കാരണം ദേശീയപാത തന്നെ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് പോയവർ തിരിച്ചു വന്ന് ആ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എല്ലാവരുടെയും ആശങ്ക പരിഹരിച്ചുകൊണ്ടായിരിക്കും. പഞ്ചാബിൽ ഒരു 4 കിലോമീറ്ററോളം വരുന്ന പ്രദേശം മുഴുവൻ മലിനീകരിക്കപ്പെട്ടു. അതിന്റെ ഭൂഗർഭജലം മാത്രമല്ല, ഉപരിതല ജലം മാത്രമല്ല, ഭൂഗർഭജലമടക്കം മലിനീകരിക്കപ്പെട്ടു. ഇങ്ങനെ ഒരു കമ്പനി വേണ്ട ഈ സംസ്ഥാനത്ത് എന്ന് അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ തീരുമാനിക്കുന്നതിലേക്ക് എത്തിയ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി കാണുന്നുണ്ടോ? ഇല്ല, ഇതിലിപ്പോ സീറോ ഡിസ്ചാർജ് എന്ന് തന്നെയാണ് ഇവിടെ കമ്പനിയുടെ പ്രപ്പോസലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനത്തിന്റെ റിപ്പോർട്ടും എക്സൈസ് കമ്മീഷണറുടെ ശുപാർശയിലും എല്ലാം ഉള്ളത്. ഗവൺമെന്റിന്റെ മുന്നിൽ ഇത്തരം വസ്തുതകളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രാഥമിക അനുമതി ഒരു അപേക്ഷ കിട്ടിയാൽ നിശ്ചിത സമയത്തിനുള്ളിൽ അത് പരിശോധിച്ച് ഈ സംസ്ഥാനത്ത് തന്നെ സ്വിഫ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ആക്ട് പ്രകാരം ഉള്ള നടപടിക്രമങ്ങളാണ് ചെയ്യേണ്ടത്. അതാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ, ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെല്ലാം ഗവൺമെന്റ് പോസിറ്റീവായിട്ടായിരിക്കും പരിശോധിക്കുക, പരിഗണിക്കുക. ജനങ്ങൾക്കും നാടിനും ദോഷകരമാകുന്ന ഒരു തരത്തിലുള്ള സമീപനത്തിനും ഗവൺമെന്റ് നേതൃത്വം കൊടുക്കില്ല. പക്ഷേ എന്തു വന്നാലും ഞങ്ങൾ എതിർക്കും. ഇതെന്താ ഇപ്പൊ ഇതിന് ടെൻഡർ വേണം, എന്തുകൊണ്ട് ടെൻഡർ എന്ന് പറഞ്ഞ് മുൻ പ്രതിപക്ഷ നേതാവും മത്സരിച്ചു. ആ ടെൻഡറെ വേണ്ട എന്ന പൊതുസമൂഹത്തിൽ നിന്നും ബോധ്യമായി. അതുപോലെ വ്യവസായ ഇത്തരത്തിലുള്ള മദ്യത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞു. മദ്യനയത്തിൽ 24 അതിൽ കൃത്യമായി കോട്ട് ചെയ്തിരിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അത് വിട്ടു. ഇപ്പൊ എല്ലാം മറ്റു വിഷയങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. പോസിറ്റീവ് ചർച്ചകൾ വരട്ടെ, വ്യവസായ സംരംഭം ഉയർന്നു വരട്ടെ, ഒരു വ്യവസായ സൗഹൃദ കേരളം എന്നുള്ള മദ്യനയത്തിൽ 24 പറയുന്നതല്ല. അത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉത്പാദനം മാത്രമാണല്ലോ പറയുന്നത്. ഇവിടെ അങ്ങനെയാണോ ഈ പദ്ധതി? അതാണോ? അല്ല, ഇപ്പോ ഈ 4 ഘട്ടമായിട്ടാണല്ലോ ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള അനുമതി കൊടുക്കുന്നത്. ഇപ്പൊ 1ാം ഘട്ടം കഴിഞ്ഞിട്ടല്ലേ 2ാം ഘട്ടം. 1ാം ഘട്ടത്തിൽ നമ്മള് ഒരൊറ്റ പദ്ധതിയായിട്ടല്ലേ എടുക്കുക? പല ഘട്ടങ്ങളിലായിരിക്കും. ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ ആദ്യ ഘട്ടത്തിൽ അതില്ല, 2ാം ഘട്ടത്തിലാണ് അത് വരിക എന്ന് പറയാൻ പറ്റുമോ? ഒരു പദ്ധതി ആകെ മൊത്തം ഒരു പദ്ധതിയായിട്ട് കാണണ്ടേ? ഇല്ല, ഇതിലെ ഈ നിയമപ്രകാരം സ്വിഫ്റ്റ് നിയമപ്രകാരം ഇപ്പൊ പ്രാഥമിക അനുമതി കൊടുക്കാനാണ് ലൈസൻസിങ് അതോറിറ്റിയുടെ ഒക്കെ ലൈസൻസ് വേണ്ട എന്നുള്ളത്. കാരണം ഈ നിയമം രാജ്യത്തെ നിയമമാണല്ലോ, സംസ്ഥാനത്തെ നിയമമാണ്. എല്ലാ വ്യവസായ സംരംഭങ്ങളും ഇപ്പൊ അങ്ങനെ തന്നെയാണ്. അതിനുശേഷം എല്ലാ ലൈസൻസ് അതോറിറ്റിയുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, മറ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ നിയമങ്ങളെല്ലാം എല്ലാ തരത്തിലുള്ള ക്ലിയറൻസ് ഉണ്ടെങ്കിലേ 2ാം ഘട്ടത്തിലേക്ക് പോകൂ. ഇപ്പോൾ ആദ്യം IMFLന്റെ ബോട്ടിലിംഗ് ആണ്, രണ്ടാമത് എത്തനോൾ, അതുപോലെ തന്നെ ENA നിർമ്മാണ യൂണിറ്റ് ആണ്, അതുപോലെ 3ാം ഘട്ടത്തിലാണ് മാൾട്ട് സ്പിരിറ്റ് ബ്രാൻഡി വൈറ്റ്നറി, 4ാം ഘട്ടത്തിലാണ് ബ്രൂവറി. അപ്പോൾ 1ാം ഘട്ടത്തിൽ തന്നെ ആ ഘട്ടത്തിലേക്ക് ഇപ്പൊ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 1ാം ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ മറ്റ് ലൈസൻസുകളെല്ലാം വേണം. ആ ലൈസൻസുകൾ കൃത്യമായിട്ട് ഇവർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. മറ്റു തരത്തിൽ ലൈസൻസുകൾ കിട്ടാത്ത സാഹചര്യമുണ്ടോ? മുന്നോട്ട് പോകാൻ കഴിയില്ല. നിയമപ്രകാരം മാത്രമേ
അതുപോലെ റൂൾസ് അനുസരിച്ച് മാത്രമേ ഗവൺമെന്റ് മുന്നോട്ട് പോകൂ. ഒരു തരത്തിൽ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കില്ല. ഇതിലിപ്പോ ഡിസ്റ്റിലറി ആൻഡ് വെയർ ഹൗസിംഗ് റൂൾസ് ഉണ്ട്, ബ്രൂവറി റൂൾസ് ഉണ്ട്, ഫോറിൻ ലിക്വർ റൂൾസ് ഉണ്ട്. ഈ റൂൾസ് എല്ലാം കൃത്യമായി ഇപ്പോൾ ഒരു പ്രാരംഭാനുമതി കിട്ടിയതുകൊണ്ട് ഈ പദ്ധതി കേരളത്തിൽ നടപ്പാകും എന്നില്ല അല്ലേ? അല്ല, അത് പറയാൻ കഴിയില്ല. ഇപ്പൊ കേരള സർക്കാരിന്റെ ഉത്തരവിൽ തന്നെ ഇന്ന കാര്യങ്ങളിൽ എന്നിവ ആരംഭിക്കുന്നതിന് പ്രാരംഭ അനുമതി നൽകി ഉത്തരവാകുന്നു എന്നാണ്. ആ പ്രാരംഭ അനുമതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഹാജരാക്കേണ്ട എല്ലാ ലൈസൻസും എല്ലാ മാനദണ്ഡങ്ങളും നിയമപരമായിട്ട് പാലിച്ചാൽ മാത്രമല്ലേ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. നിയമവിരുദ്ധമായിട്ട് പോകാൻ കഴിയില്ലല്ലോ.